കേട്ടോ. ഞാൻ മീഷോന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, മോന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് അവിമോന്റെ ഹോൾ വീഡിയോ ആണ്. അപ്പൊ നമ്മളിപ്പോ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. കുറേ ഷോപ്പ് കയറി ഇറങ്ങിയാലേ നമുക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടുള്ളൂ. അതും ഭയങ്കര റേറ്റും ആണ് അല്ലേ. കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല റേറ്റ് ആണ്. അത് നമ്മൾ ഡെയിലി വെയേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ അതും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. പക്ഷെ കുട്ടികൾ വീട്ടിൽ നിന്നൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ചീത്തയാക്കുകയും ചെയ്യും. ഇപ്പൊ അവര് ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ അവരുടെ ഡ്രസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് ടീഷർട്ടുകളൊക്കെ ചീത്തയാവും. അങ്ങനെ നമ്മൾ കുറേ വാങ്ങിക്കേണ്ടി വരും. നമ്മൾ വലിയ റേറ്റ് കൊടുത്തിട്ട് ടീഷർട്ടുകളൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അധികം വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് അവന് മാക്സിന്ന് അല്ലെങ്കിൽ സ്റ്റുഡിയോന്നും ഒക്കെയാണ് ടീഷർട്ടും ട്രൗസറും ഒക്കെ എടുക്കാറ്. അപ്പൊ അവിടെ നിന്ന് എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മാക്സിന്ന് എടുക്കുന്ന ചില ടീഷർട്ടുകൾ, എല്ലാ ടീഷർട്ടും അല്ല, ചിലത് പെട്ടെന്ന് വലിഞ്ഞു പോകുന്നുണ്ട്, അതായത് വീതി കൂടി പോകുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോന്ന് എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് നരയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും 150 രൂപയ്ക്കൊക്കെ സ്റ്റുഡിയോന്ന് നല്ല നല്ല ടീഷർട്ടുകളൊക്കെ കിട്ടും. അപ്പൊ ഞാനിങ്ങനെ വെറുതെ മീഷോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സെയിം റേറ്റിന്, അതായത് 150 രൂപയ്ക്ക് ടീഷർട്ടും ട്രൗസറും കൂടി മീഷോയിൽ കിട്ടുന്നത്. അപ്പൊ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂസും, കുറേ പേര് വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂസും പറയുന്നുണ്ട്. അപ്പൊ അത് ലാഭമാണല്ലോ, നമ്മൾ ടീഷർട്ട് വേറെ ട്രൗസർ വേറെ അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ചധികം ടീഷർട്ടും ട്രൗസറുകളും ആണ് കേട്ടോ ഇത്. കേട്ടോ, കുറച്ചധികം എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ 1-2 എണ്ണം മാത്രമേ ഉള്ളൂ അവരിടാത്തതായിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറേ പ്രാവശ്യം അവരിട്ട് കുറേ പ്രാവശ്യം അലക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതില് കുറച്ചെണ്ണം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പെട്ടെന്ന് കളറൊക്കെ ഫെയ്ഡായിട്ട് പെട്ടെന്ന് ചീത്തയാവുന്നുണ്ട്. ചിലത് നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട്. ഏതൊക്കെയാ എങ്ങനെയൊക്കെയാ വന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫസ്റ്റിലത്തെ ടീഷർട്ട് ഈ ഒരു നേവി ബ്ലൂ കളറിൽ വരുന്നതാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടാണ്. ഇതിൻ്റെ മുകളിൽ കണ്ട ഒരു ടെഡിയുടെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിപ്പോൾ ഒരു 10-15 തവണയെങ്കിലും വാഷ് ചെയ്തിട്ടുണ്ടാവും. അതും ഹാൻഡ് വാഷ് ഒന്നും അല്ല ചെയ്തിട്ടുള്ളത്, മെഷീൻ വാഷാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ആ പ്രിൻ്റ് കണ്ടോ, ഒട്ടും ഫെയ്ഡ് ആയിട്ടില്ല. ചില പ്രിൻ്റുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരൂലേ, അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ടീഷർട്ടിൻ്റെ കഴുത്ത് കണ്ടോ, നന്നായിട്ട് വലിയുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ നെക്ക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോയെന്ന്. എന്നാലേ നമുക്കത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അതും കുറച്ച് കട്ടിയുള്ള കോട്ടൺ ആണ്, അതായത് പെട്ടെന്ന് ചീത്തയാവാത്തൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് ചൂടത്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടീഷർട്ടിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ട്രൗസറാണ് ഇത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ട്രൗസറാണ്. ഇതിൻ്റെ അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. അതും ഒട്ടും ടൈറ്റ് ആയിട്ട് ഇരിക്കൂല കേട്ടോ, നന്നായിട്ട് വലിയുന്ന ടൈപ്പ് എലാസ്റ്റിക് ആണ്. പിന്നെ ഈ ഒരു ട്രൗസറിൻ്റെ മുകളിലും ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതും ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത്രയും വാഷ് ചെയ്തിട്ടും അതിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രൗസറിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നേരത്തെ ടീഷർട്ടിൻ്റെ സെയിം മെറ്റീരിയൽ ആണ്, അതായത് കുറച്ച് കട്ടി കൂടിയിട്ടുള്ള സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ റേറ്റ് ആണ്. ഈ ഒരു ടീഷർട്ടിനും ട്രൗസറിനും കൂടി നമുക്ക് 169 രൂപയാണ് വന്നിട്ടുള്ളത്. അത് ലാഭമാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു റേറ്റിന് നമുക്ക് വേറെ എവിടെ നിന്നും ഇത്രയും നല്ലൊരു ടീഷർട്ടും ട്രൗസറും കിട്ടൂല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ അടുത്തത് ഈ ഒരു റെഡ് കളർ ടീഷർട്ടാണ് കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. പിന്നെ മീഷോന്ന് നിങ്ങൾ ഇതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പം ഈ ഒരു സെയിം ഡ്രസ്സ് തന്നെ ഒരുപാട് സെല്ലേഴ്സിൻ്റെ കയ്യിലുണ്ടാവും. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. കാരണം ഞാൻ ആദ്യം വേറൊരു സെല്ലറുടെ കയ്യിൽ നിന്ന് ഈ ഒരു സെയിം ടീഷർട്ട് വാങ്ങിച്ചിട്ട് എനിക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത, സ്റ്റിച്ചിങ് ഒക്കെ അബദ്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ കിട്ടിയത്. അത് ഞാൻ റിട്ടേൺ ചെയ്തിട്ട് വേറൊരു സെല്ലറുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടി വരുന്ന സ്ട്രെച്ച് ചെയ്യുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പ്രിന്റ് കണ്ടോ, അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇത് ഞാനൊരു 6 തവണയെങ്കിലും വാഷ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ആ ഒരു പ്രിന്റിനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സ്റ്റിച്ചിങ്ങും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കഴുത്തൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ ഒരു ട്രൗസർ അരഭാഗത്ത് എലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് വലിയുന്ന ടൈപ്പ് എലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്രിന്റ് ഒക്കെ കണ്ടോ, ഒട്ടും ഫെയ്ഡ് ആവുന്നില്ല, നല്ല പ്രിന്റ് ആണ്. പിന്നെ ഈ ഒരു ട്രൗസറും നല്ല കട്ടി വരുന്ന ടൈപ്പ് കോട്ടൻ്റെ സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ട്രൗസറിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ട്രൗസർ പെട്ടെന്ന് മൂഡ് പൊട്ടിപ്പോവാറുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഇതിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 185 രൂപയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റിന് എന്തായാലും വെർത്ത്
ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും വാങ്ങി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടാണ് കേട്ടോ. ഇതിപ്പോൾ അവൻ ഇട്ട് അഴിച്ച് വെച്ചതാണ്. അതാണ് കഴുത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനൊരു കറ പിടിച്ച പോലെ ഇരിക്കുന്നത്. വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടാണ്. പക്ഷേ അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓക്കെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ വലിയ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം, ഇതിൻ്റെ കഴുത്ത് അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കഴുത്ത് അധികം വലിയാത്തത് കൊണ്ട് കണ്ടോ, അധികം അങ്ങോട്ട് വലിയുന്നില്ല. അപ്പം അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതും ഞാനിപ്പോൾ കുറേ തവണ വാഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫിഷിൻ്റെ ടൈപ്പ് ഒരു പ്രിൻ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും ഒട്ടും ഫെയ്ഡ് ആയിട്ടില്ല. മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ ആണ്. സ്റ്റിച്ചിങ് കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ്. ബാക്കി ടീഷർട്ടിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടാണ്. പിന്നെ ഇതിൻ്റെ ട്രൗസർ വന്നിട്ടുള്ളത് വൈറ്റ് കളറാണ് കേട്ടോ. അതിൽ തന്നെ ഫുള്ള് ഒരു ഫിഷിൻ്റെ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അരഭാഗത്ത് എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. അതും നന്നായിട്ട് വലിയുന്ന ടൈപ്പ് എലാസ്റ്റിക് ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ ട്രൗസറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വാഷ് തന്നെ അതിൻ്റെ ആ ഒരു കളർ ഇളകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രിൻ്റ് അധികം ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രിൻ്റാണ്. പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ട്രൗസറും കുറച്ച് കട്ടിയുള്ള സ്ട്രെച്ച് ചെയ്യുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ട്രൗസറിൻ്റെ പ്രിൻ്റ് ഫെയ്ഡ് ആവുന്നത്, അതുപോലെ തന്നെ ടീഷർട്ടിൻ്റെ കഴുത്ത് അധികം സ്ട്രെച്ച് ചെയ്യുന്നില്ല. ഈ രണ്ട് പ്രശ്നം ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രൗസറിനും ടീഷർട്ടിനും കൂടി വന്നിട്ടുള്ളത് 191 രൂപയാണ്. ഇനി അടുത്തതൊരു കോംബോ ആയിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ. അതായത് 3 ടീഷർട്ടും ട്രൗസറും കൂടി ഒരുമിച്ച് വരുന്നതാണ്. അതിൽ ഫസ്റ്റിലത്തതാണ് ഈ ഒരു ഓറഞ്ചും വൈറ്റും കൂടി വരുന്ന ടീഷർട്ട് അല്ല, ഇതൊരു ഹുഡി ടൈപ്പാണ് കേട്ടോ. അതായത് നമുക്ക് തലയിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്പും കൂടി വരുന്ന ടൈപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ടീഷർട്ടിലൊക്കെ കോട്ടൻ്റെ കുറച്ചൊരു കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. എന്താ ഇപ്പോൾ പറയുക, ഒരു ശരിക്കും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന, അങ്ങനെ വലിഞ്ഞു പോകുന്ന ടൈപ്പല്ല, എന്നാൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ട്രൗസർ പ്ലെയിൻ ആയിട്ടുള്ള ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ട്രൗസറാണ്. അതും സെയിം മെറ്റീരിയലാണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അവനൊരു 2-3 തവണ ഇട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം മെറ്റീരിയൽ ആണെങ്കിലും ഇതിൻ്റെ കളർ ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഒട്ടും ഫെയ്ഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു സെറ്റിൽ അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറാണ് കേട്ടോ. വൈറ്റ് കളറും എന്താ പറയുക, ഒരു ടൈപ്പ് ഗ്രീനും കൂടി വരുന്ന ഒരു സെറ്റാണ്. ഇത് അവൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ ഇത് കുറച്ചൊരു വലിപ്പം കൂടുതലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മുകളിൽ കണ്ടോ, നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ കാണുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. പക്ഷേ ഈ ഒരു ടീഷർട്ടിൻ്റെ ബാക്കിലാണ് കുറച്ചൊരു ഹെവി ആയിട്ടുള്ള പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ബാഗൊക്കെ ഇട്ടിട്ടുള്ള പോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഈ ഒരു പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലും അധികം കട്ടില്ലാത്ത ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ്. കഴുത്തൊക്കെ നന്നായിട്ട് വലിയുന്നുണ്ട്. കട്ടില്ലാത്ത മെറ്റീരിയലാണെന്ന് പറയുമ്പം ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ നല്ല സുഖം ഉണ്ടാവും അവർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിന് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ ട്രൗസറാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ട്രൗസറാണ്. അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വലിയുന്ന ടൈപ്പ് മെറ്റീരിയലും ആണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. പിന്നെ ബാക്കിൽ കണ്ടോ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ ഒരു സെറ്റിൽ അടുത്തതാണ് ഭയങ്കര അബദ്ധമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ. ഇത് എനിക്ക് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ടീഷർട്ടും ട്രൗസറും ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് വാഷ് തന്നെ ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കളറ് ഫുൾ ഫെയ്ഡായി. കളറല്ല, ആ ഒരു പ്രിൻ്റ് കണ്ടോ, ഒരു ഡിനോസറിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ പ്രിൻ്റ് ഫുൾ ഫെയ്ഡായി. ഇത് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള പ്രിൻ്റ് ആയിരുന്നു കേട്ടോ. അത് ഫുൾ ഫെയ്ഡായിട്ട് അബദ്ധമായിപ്പോയി. ഫസ്റ്റ് വാഷ് തന്നെ നമുക്ക് ഇടാൻ പറ്റാത്ത രീതിക്ക് ആയി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചിട്ട് ആ ഒരു വെള്ള കളർ ഫുള്ള് കണ്ടോ, ഫുള്ള് നാശമായി. ഇതന്നെ ഞാനിപ്പോൾ കുറേ തവണ വാഷ് ചെയ്തിട്ടാണ് ആ ഒരു വെള്ള കളർ അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ.
അത്രയ്ക്കും നമ്മളിങ്ങനെ വെള്ളം നനയ്ക്കുന്നതിനനുസരിച്ച് ആ ഒരു കളർ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ അത്രയും മോശമായിട്ടുള്ള പ്രിൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ട്രൗസറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ട്രൗസർ നമുക്ക് ഇട്ട് കൊടുക്കുക, വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കുക. ആ ഒരു ടീഷർട്ട് നമുക്കിനി ഇടാൻ പറ്റാത്ത രീതിക്കുള്ളതായി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു പോക്കറ്റ് പോലെ, പോക്കറ്റ് ഇല്ല, ജസ്റ്റ് ഒരു പോക്കറ്റ് പോലെയുള്ള ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഡ്രസ്സിനും കൂടി 455 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സെറ്റിന് 151 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ മോശമൊന്നും പറയാനില്ല അല്ലേ. ഇനി അടുത്തത് ഇതാ ബ്ലാക്കും മൾട്ടി കളറും കൂടി വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതും അവൻ ഇതുവരെ ഇട്ടിട്ടില്ല, പക്ഷേ പിക്ചറിൽ കണ്ടപ്പം നല്ല ഭംഗി തോന്നി ഞാൻ എടുത്തതാണ്. പിന്നെ ബ്ലാക്ക് കളറിന് കുറച്ചൊരു അധികം ബ്ലാക്ക് അല്ല, കുറച്ചൊരു ഗ്രേ ഷെയ്ഡ് പോലെ ഉണ്ട് കേട്ടോ, ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് അല്ല. പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇത് പ്രിൻ്റ് അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്, ഒരു സ്പെല്ലിംഗ് ഒക്കെ വരുന്ന മൾട്ടി കളറിലുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ടീഷർട്ട് അല്ല, ഒരു ഹുഡി ടൈപ്പാണ് കേട്ടോ. കണ്ടോ, ഇതിനൊരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഹുഡി ടൈപ്പ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. കുറച്ച് കട്ടിയുള്ള ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ്, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ മാത്രം കുറച്ചൊരു ഡാർക്ക് ബ്ലാക്ക് അല്ല, കുറച്ചൊരു ലൈറ്റ് ബ്ലാക്ക് ആണ്, അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ട്രൗസർ കണ്ടോ, ഒരു മൾട്ടി കളറിൽ വരുന്ന ട്രൗസറാണ് കേട്ടോ. പല കളറിലുള്ള സ്പെല്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ട്രൗസറാണ്. അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ, അതായത് പ്യുവർ കോട്ടൺ ആണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് ഒട്ടും വലിയാത്ത നമ്മളുടെ സാധാരണ കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു സെറ്റിന് വന്നിട്ടുള്ളത് 230 രൂപയാണ്. അപ്പോൾ ഇതൊരു ഓക്കെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതാ ഇത്രയും ഡ്രസ്സുകളാണ് മോന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ 1-2 എണ്ണത്തിന് മാത്രമേ എനിക്ക് ചെറിയൊരു കുഴപ്പം തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇങ്ങനത്തെ വാങ്ങിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കയറി നോക്കിട്ടോ. ഞാൻ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.